നമുക്കറിയാം, ഇവിടെ തടിച്ചുകൂടിയവർ മുഴുവനും ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റിളാർ അമിനിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. റിളാർ അമിനി എന്നത് പണ്ട് PVS സലീം എഴുതിയ മേലാവായി പദം കുറഞ്ഞ് കബഡി കവയെളിഞ്ഞു, അത്തരം പാട്ടുകളൊക്കെ പാടി നടന്ന ഒരു റിളാർ അമിനിയെ കുറിച്ച് മാത്രമേ നിങ്ങൾക്കറിയുകയുള്ളൂ. ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു കുടുംബം പശ്ചാത്തലം നോക്കുമ്പോൾ അദ്ദേഹവും ബാപ്പയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠാനുജന്മാരൊക്കെ കൂടിയിരുന്നു കൊണ്ട് ബദർഗിസ പാട്ടുകളും മറ്റൊരുപാട് പാട്ടുകളൊക്കെ പാടിയാണ് അദ്ദേഹം ഒരു ഗായകനായി മാറുന്നത്. അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹീത ശബ്ദം കൊണ്ട് നമുക്ക് നൽകുന്ന ആ സൂഫി സംഗീതത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടി അനേകായിരം ആളുകളാണ് കാത്തു നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാൻ, അതോടൊപ്പം നമുക്ക് നല്ലൊരു മനോഹരമായ സൂഫി സംഗീതം പകർന്നു നൽകാനും വേണ്ടി അദ്ദേഹത്തെ ഈ നാടിന്റെ ലക്ഷദ്വീപിന്റെ സാംസ്കാരിക തലസ്ഥാനമായ കിൽത്താൻ ദ്വീപിലെ മൊത്തം ജനങ്ങളുടെ പേരിലും ഈ മണവാളൻസിന്റെ പേരിലും ഞാൻ വേദിയിലേക്ക് എല്ലാവിധ ആദരവുകളോടും കൂടി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിച്ചുകൊള്ളുകയാണ്. ഞാൻ ഏകദേശം 38-39 വർഷം ഞാൻ പാട്ടും പാടിയിരുന്നു. അപ്പം എനിക്ക് ഈ പബ്ലിസിറ്റി, ആദ്യം തന്നെ എനിക്ക് പബ്ലിസിറ്റി ഒന്നും ഒരു ഇഷ്ടമില്ലാത്ത ആളാണ്. എനിക്ക് ജനങ്ങളുടെ ഇടയിൽ വരണം, അല്ലെങ്കിൽ യൂട്യൂബിൽ പോകണം, അതിൻ്റെ ഇൻസ്റ്റയിൽ പോകണം, അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലാത്ത ഒരാളായിരുന്നു. 2 വർഷം മുന്നേ ഒമാനിലെ ഒരു പ്രോഗ്രാമത്തിന് വേണ്ടി എന്നെ ക്ഷണിക്കുകയും ഒരു റബീഉൽ അവ്വൽ 12-ന് നബി മദ്ഹ് പാടാൻ വേണ്ടിയിട്ട് എന്നെ ഒമാനിലേക്ക് ക്ഷണിക്കുകയും, അപ്പോൾ അവിടെ ഞാൻ പരിപാടിക്ക് പോയി. ഇബ്ര എന്നുള്ള സ്ഥലത്തിലായിരുന്നു പരിപാടി. ഒറ്റ ദിവസം കൊണ്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വാദി കബീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ താമസം. അവർ എനിക്കൊരു ഫ്ലാറ്റ് തന്നത്, ഒമാൻ തന്നെ. അപ്പോൾ ഇബ്രയിൽ നിന്ന് ഞാൻ വാദി കബീർ താമസിക്കുമ്പോൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴത്തെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോട്ടലിൽ അത് നമ്മളെ കേരളക്കരയിലുള്ള തൃശ്ശൂർ ജില്ലക്കാരായ നമ്മളെ സഹോദരന്മാരുടെ ഒരു കടയായിരുന്നു ആ ഹോട്ടൽ. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ എന്നെ കൊണ്ടുപോയ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് ഫുഡൊക്കെ നിങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കഴിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ അവിടെ താമസിപ്പിച്ചത്. അങ്ങനെ ഞാൻ താമസിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ആ ഹോട്ടലിലേക്ക്, ഞാൻ സാധാരണ ഭക്ഷണം റൂമിലേക്ക് കൊണ്ടുവരുത്തിക്കലായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾ ഇബ്രയിലേക്ക് പാട്ടോടാൻ വന്ന ആൾ. അപ്പം ഞാൻ അതേന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് കേരളക്കരയിലെ പ്രശസ്ത സൂഫി ഗാനരചയിതാവും സൂഫി വഴിയിലും സഞ്ചരിക്കുന്ന ജാബിർ സുലൈം സാറ് രചിച്ച് അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് അദ്ദേഹം തന്നെ പാടി 4.5 വർഷം അദ്ദേഹം പാട്ട് പാടിയിട്ട് 4.5 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഈ പാട്ട് എടുത്തിട്ട് പാടിയത്. ഞാൻ ജാബിർ സുലൈം സാർ പാടിയ പോലെ അല്ല ഞാൻ പാടിയത്. ഞാൻ എൻ്റെതായ ഒരു ശ്രുതിയിലാണ് ഇന്നും അന്നും ഞാൻ പാട്ട് പാടുന്നത്. എനിക്ക് എൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലിലാണ് ഞാൻ പാട്ട് പാടുക. അപ്പോൾ ആരെ ട്യൂൺ എടുത്തിട്ട് ഞാൻ പാട്ട് ഉണ്ടാക്കിയാലും ആ പാട്ടിൽ എൻ്റെതായിട്ടുള്ള ഒരു ശ്രുതി അവിടെ ഞാൻ കൊടുത്തുകൊണ്ടാണ് പാടുക, എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരുത്തിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് ആ പാട്ട് ഞാൻ പാടി. ജാബിർ സുലൈം സാർ എഴുതിയ പാട്ട് ഭ്രാന്തായ എന്തു സുഖം സക്കറാത്തുൽ മൗത്ത് എന്ത് രസമെന്ന് പറഞ്ഞിട്ട്. ജാബിർ സുലൈം സാർ എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് മലപ്പറമ്പ് ഇക്ര ഹോസ്പിറ്റലിലെ മെഡിസിൻ മാനേജറാണ് ജാബിർ സുലൈം സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടും അദ്ദേഹത്തെ എനിക്ക് ഒരു 8-9 വർഷം മുന്നേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 വർഷമാകാം, നമ്മൾ അഗത്തി ദ്വീപിൽ ഇക്രയുടെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ആ സമയത്താണ് സാറിന് എനിക്ക് പരിചയമുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ളൂ, നീ പാടിക്കോളി, നീ എന്നെ ദത്തെടുത്തോളി എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് നമ്മൾ കഠിനാധ്വാനം നേരത്തെ പറഞ്ഞ ആ സാധനം നമ്മളിൽ ഏതായാലും നിർബന്ധമാണ്. കഠിനാധ്വാനം ഇല്ലാണ്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഏതെങ്കിലും ദ്വീപിൽ, എല്ലാ ദ്വീപിൽ നിന്നും എന്നെക്കാളും കഴിവുള്ള കുട്ടികളും ആണ് നമ്മളെ ദ്വീപിൽ പാട്ട് പാടാനും കളിക്കാനും എല്ലാ കലയിലും കഴിവുള്ള കുട്ടികൾ, എന്നെക്കാളും കഴിവുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അവര് എല്ലാ കലാകാരന്മാരും എന്നെപ്പോലെ ആവണം, എന്നെപ്പോലെ ലോകം ചുറ്റി സഞ്ചരിക്കാൻ ആ കലാകാരന്മാർക്കും നമ്മളെല്ലാ കലാകാരന്മാർക്കും സർവശക്തി തുണക്കട്ടെ.
ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ലൈലാന്റെ കസറിന്നലങ്കാരം കണ്ട്. ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ലൈലാന്റെ കസറിന്നലങ്കാരം കണ്ട്. അതിനാലെ നിസ്കാരം ജമ്മും കസറുണ്ട്, അതിനാലെ നിസ്കാരം ജമ്മും കസറുണ്ട്. അവകാശിയായി ഞാനല്ലാതെ ആരുണ്ട്, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. കൊടും കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരുലാക്ക് ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്. കൊടും കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരുലാക്ക് ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്. കൊടുവാളാൽ തുണ്ടം തുണ്ടം മരിഞ്ഞതോർക്ക്, കൊടുവാളാൽ തുണ്ടം തുണ്ടം മരിഞ്ഞതോർക്ക്. കൊട്ടാരത്തിൽ ഇന്നത് ലൈലാന്റെ അറാക്ക്. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. ഈ പാട്ടില് ഉദ്ദേശിച്ചത് സാധാരണ ഒരു ഭ്രാന്ത് വായിലും കളിയും അടിച്ചു പഠിക്കേണ്ട ഭ്രാന്തിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. അടിമ ഉടമയോടുള്ള ഇഷ്ക്, അനുരാഗം, അതിന്റെ ഒരു ഇഷ്കിനെ കുറിച്ചാണ്. അടിമക്ക് നമ്മളെ അള്ളാഹിനോടുള്ള ഒരു തരം മുഹബത്ത്, ഇഷ്ക്, ആ ഒരു ഭ്രാന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കവി. സക്കറാത്തുൽ മൗത്തിന്റെ രസം ചില ആൾക്കാർ ചോദിക്കും, മരിക്കേണ്ട ഹരം കൊണ്ടാന്നേക്കും. ആ ഭ്രാന്ത് സുഖമായവർക്ക് സക്കറാത്തുൽ മൗത്ത് രസമായിരിക്കും.